എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ചിറ്റൂർ താലൂക്ക്. ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ല. ചിറ്റൂർ താലൂക്ക്, പാലക്കാട് ജില്ല. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ് ചിറ്റൂർ താലൂക്ക്, പാലക്കാട് ജില്ലയിലാണ്. എന്താണ് ഇത്രയും നേരം പഠിച്ചത്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണാണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ചിറ്റൂർ താലൂക്ക്, പാലക്കാട് ജില്ല. വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണ് പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണാണ് പീറ്റ് മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് ഉണ്ടാകുന്ന മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ് കറുത്ത മണ്ണ്. ഇനി ചെർണോസം എന്ന് അറിയപ്പെടുന്ന മണ്ണ്. ചെർണോസം എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണാണ്. ചെർണോസം എന്നറിയപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. ഒന്നുകൂടി, കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണ് പീറ്റ് മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ് കറുത്ത മണ്ണ്. ചെർണോസം എന്നറിയപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. ചുവന്ന മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കാൻ കാരണമാകുന്നത് എന്ത്? ചുവന്ന മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കാൻ കാരണമാകുന്നത് എന്താണ്? ഇരുമ്പിന്റെ അംശം. ഇരുമ്പിന്റെ അംശം കൂടുതലായതിനാലാണ് ചുവന്ന മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കുന്നത്. ചുവന്ന മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കാൻ കാരണമാകുന്നത് ഇരുമ്പിന്റെ അംശം. ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ. ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ റബ്ബർ, കുരുമുളക്, കശുമാവ്. ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് റബ്ബർ, കുരുമുളക്, കശുമാവ്. ഓംനിംബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം. ഓംനിംബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ചുവന്ന മണ്ണ്. ഓംനിംബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ചുവന്ന മണ്ണ്. ഒന്നുകൂടി, ചുവന്ന മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കാൻ കാരണമാകുന്നത് ഇരുമ്പിന്റെ അംശം. ഇരുമ്പിന്റെ അംശം കൂടുതലായതിനാലാണ് ചുവന്ന മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കുന്നത്. ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ റബ്ബർ, കുരുമുളക്, കശുമാവ്. ഓംനിംബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ചുവന്ന മണ്ണ്. അടുത്തത്, മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത്? മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി. പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാൽ, ഹരിയാനയിലാണ്. കർണാൽ, ഹരിയാന. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാൽ, ഹരിയാന. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ, മധ്യപ്രദേശ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് ഭോപ്പാലിലാണ്. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കർണാൽ, ഹരിയാന. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ, മധ്യപ്രദേശ്. ഒന്നുകൂടി, മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാൽ, ഹരിയാന. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ മണ്ണ് മ്യൂസിയം എവിടെ? ഇന്ത്യയിലെ ആദ്യ മണ്ണ് മ്യൂസിയം എവിടെ? പാറോട്ടുകോണം, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ മണ്ണ് മ്യൂസിയം പാറോട്ടുകോണം, തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെയാണ്, കേരളത്തിലെ അല്ല. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം പാറോട്ടുകോണം, തിരുവനന്തപുരം. മണ്ണിന്റെ അമ്ലത്വത്തെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. മണ്ണിന്റെ അമ്ലത്വത്തെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. എന്താണത്? കുമ്മായം. മണ്ണിന്റെ
അമ്ലത്വത്തെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു, മണ്ണിന്റെ അസിഡിറ്റിയെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ കുമ്മായം. മണ്ണിന്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു, മണ്ണിന്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അലുമിനിയം സൾഫേറ്റ്. മണ്ണിന്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അലുമിനിയം സൾഫേറ്റ്. വെർട്ടിസോൾസ് എന്നറിയപ്പെടുന്ന മണ്ണിനം, വെർട്ടിസോൾസ് എന്നറിയപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ്. വെർട്ടിസോൾസ് എന്നറിയപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ്. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം എവിടെയാണ്? പാറോട്ടുകോണം, തിരുവനന്തപുരം. മണ്ണിന്റെ അമ്ലത്വത്തെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ കുമ്മായം. മണ്ണിന്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അലുമിനിയം സൾഫേറ്റ്. വെർട്ടിസോൾസ് എന്നറിയപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ്. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.